മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനാകയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അതായത് കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ചൈനക്കാരനായ ഒരു ഫിലോസഫർ, ഒരു പഠിപ്പിക്കുന്ന അധ്യാപകൻ, അദ്ദേഹം ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ജനത്തെ ഏറ്റവും അധികം പഠിപ്പിച്ചു. ആ കാലങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് കൺഫ്യൂഷ്യസിനെ അറിയപ്പെടുന്നത്. ചൈനയിലെ ഒരു പ്രസിദ്ധനായ മനുഷ്യനാണ്. എന്നാൽ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. ഒരിക്കലും ആ മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മാൻതോൽ ധരിച്ച് ഒരു കയറിറക്കി കെട്ടി ഓടക്കുഴൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, മാനിന്റെ തോല് ധരിച്ച് ഒരു കയറ് കൊണ്ട് അരകെട്ടി എന്നിട്ട് അദ്ദേഹം ഓടക്കുഴൽ വായിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഈ കൺഫ്യൂഷ്യസ് അവിടെ നിന്നു. എന്നിട്ട് ആ മനുഷ്യരോട് ചോദിച്ചു, എന്താ നിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷമുണ്ടാകുവാൻ കാരണം? കാരണം അയാളെ ഭൗതികവാദിയാണ് ഈ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഫിലോസഫർ, തത്വജ്ഞാനി. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സന്തോഷവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ദൈവം നമ്മുടെ ഉള്ളിൽ വരാതെ നമുക്ക് ഈ സന്തോഷം ലഭിക്കുകയില്ല. നമുക്ക് ലോകത്തിലെ സർവജ്ഞാനം ഉണ്ടെങ്കിലും അവയെ ശലോമോനെ പോലെ ഞാനും നിങ്ങളും നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ മനുഷ്യന് യാതൊരു സന്തോഷവുമില്ല. നോക്കി, മാൻതോല് ധരിച്ച് അരയിൽ അത് ഉറപ്പിച്ച് കയറുകൊണ്ട് കെട്ടിയ ആ മനുഷ്യൻ ദൈവത്തെ പാടി ഓടക്കുഴലോട് സ്തുതിക്കുന്നത് കണ്ടപ്പോൾ കൺഫ്യൂഷ്യസ് ചോദിച്ചു, എന്താണ് ഇതിന് കാരണം? ആ മനുഷ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, സന്തോഷിക്കുവാൻ എനിക്ക് വളരെയധികം കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, സന്തോഷിപ്പാൻ ഏറെ കാരണങ്ങളുണ്ട്. അവയെ മനുഷ്യൻ പറയുകയാണ്, അവൻ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദൈവം എന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യും. എന്നെ ഒരു മൃഗമായി ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഞാൻ അവയെ മൃഗമായി മരിച്ചു പോകുമായിരുന്നു. എന്റെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ചെറുപ്പത്തിൽ തന്നെ എന്റെ എത്ര സ്നേഹിതന്മാർ മരിച്ചുപോയി, എത്രയോ പേർ ഈ നാളുകളിൽ മരണമടഞ്ഞു കൊണ്ടിരിക്കുന്നു. 80-ാം വയസ്സിലും ദൈവം എന്നെ ആരോഗ്യത്തോടെ നടത്തുന്നത് ഒരിക്കൽ അവനെ എന്റെ ഹൃദയത്തിലേക്ക് രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുക, അനേകർ തടവിലാണ്, അനേകർ രോഗശൈലിയിലാണ്, അനേകർ അനാരോഗ്യരായി കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ ആരോഗ്യത്തോടും ബലത്തോടും നടത്തുന്നു. രാവിലെ എനിക്ക് ആഹാരം കഴിക്കാറുണ്ടായിരുന്നു, വൈകിട്ടും എനിക്ക് അല്പഹാരം കഴിക്കാറുണ്ട്. ഞാനതുകൊണ്ട് സംതൃപ്തനാണ്. ഇദ്ദേഹത്തെ പിടിച്ചു കുലുക്കിയ ഒരു വാക്കുകളായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ, ദൈവം നമ്മളിൽ വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ശൂന്യമാണ്. അവൻ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുകയില്ല എന്ന് വിശുദ്ധ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യതത്രേ. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അല്ലേ, എന്നെ ഒരു മൃഗമായി സൃഷ്ടിക്കാഞ്ഞതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മൃഗങ്ങൾ ജനിച്ചു, വംശോത്പാദനം കഴിഞ്ഞു, അത് മരിച്ച് മണ്ണിലേക്ക് മാറിപ്പോകുന്നു. നമ്മളും ഒരു നാൾ മണ്ണിലേക്ക് മാറ്റപ്പെട്ടേക്കാം. എന്നാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്നില്ല. ആത്മാവ് മനുഷ്യരിൽ ഉള്ളത് കൊണ്ട് ദൈവികാത്മാവിനാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ എടുക്കപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അവൻ പ്രതികൂലങ്ങളിലും പതറാതെ നിൽക്കുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുന്നത് ഈ ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, നമുക്കറിയാം, ഞാൻ ഇവിടെ ഓർപ്പിച്ച ഒരു സ്വർഗമുണ്ട്. വിശ്വസിക്കുന്നവർ ഒരു നരകമുണ്ട്. ആര് സ്വന്തം പറയുന്നത് വിശ്വസിച്ചത് പറഞ്ഞേ, ഒരു നരകമുണ്ട്. നമ്മുടെ മുമ്പിൽ 2 വഴികളാ. ഒരു വഴി അവൻ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി,
അത് ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്. എന്നാൽ മറ്റൊരു വഴിയുണ്ട്, അത് വിശാലമായ വഴിയാ. ഇഷ്ടം പോലെ ജീവിച്ച് ആ മൃഗത്തെ പോലെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന് സ്വത്രം, ഈ ഫേസ്ബുക്കിൽ എന്നെ കേൾക്കുന്ന, യൂട്യൂബിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾ മൃഗത്തിന് തുല്യരല്ല. നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മകുടമായിട്ടുള്ളവരാ. അതുകൊണ്ട് നമുക്ക് സ്വർഗ സന്നിധിയിലെത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നരകമാകുന്ന വിശാലമായ വഴി വിട്ട് ഇടുങ്ങിയ വഴിയിലൂടെ ചില സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. ലോകത്തിന്റെ ചില സുഖഭോഗങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. അതിനെ വിട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് യാത്ര ചെയ്യാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും, രക്ഷകനായി അന്ത്യശ്വാസം വരെയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം, ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗമുണ്ട്. ഒരു മറ്റൊരു കാര്യം ഉറപ്പാണ്, നരകമുണ്ട്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല. മനുഷ്യ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാ. അവർ സ്വർഗത്തിൽ ചെന്നെത്താനാ. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇത് ക്രിസ്മസിന്റെ ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാല് ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച യോസഫിന് ഉണ്ടായ വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ ആഴ്ച നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കൂടെ, അതേ മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാം തൊട്ട് യേശു ക്രിസ്തു വരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദാം തൊട്ട് യേശു ക്രിസ്തുവിന്റെ കാര്യം വരെ പറയുന്നതാണ് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷമാണല്ലോ ക്രിസ്മസ്. ഒരു ക്രിസ്മസ് സന്ദേശം നൽകാനാ ഞാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഈ വഴിയിൽ എന്നെ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് അനുതാപമില്ലാത്ത സ്ഥലമാ, അത് മാനസാന്തരമില്ലാത്ത സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം 14:9. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി, ഈ വാതുകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. കണ്ടോ, രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. അവന് അനുതാപമില്ലാത്തവരായി തീർന്നു. എന്നിട്ട് നോക്കിയേ, അവന് അത്യുഷ്ണത്താൽ അവൻ ക്ഷയിച്ചു പോയിട്ടും അവന് അനുതാപമില്ലാത്തവരായി തീർന്നു, ഒരു മനസ്സാന്തരമില്ലാത്തവരായി തീർന്നു. അടുത്ത വാക്യം, അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അപ്പോൾ അവന്റെ രാജ്യം ഇരുണ്ടുപോയി. അപ്പോൾ യെശയ്യാപ്രവചനം 66-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ ഇത് പറയുക, ഇവരെ കുറിച്ചാ പറയുന്നത്. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. യെശയ്യാവ് 66-24 ഇന്നലെ പറയുക, അവരുടെ പുഴു. ഇതൊന്നും കേട്ടാലൊന്നും ആരും മാനസാന്തരപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, കാരണമെന്നറിയാമോ? അവൻ പൈശാചികന്റെ പിടിയിൽ അകപ്പെട്ട് നശിപ്പിക്കുവാൻ അവന്റെ പിടിയാളുകളായി തീരുന്ന ആളുകൾക്ക് ഇതൊന്നും കേട്ട വിഷയമല്ല. അവർ ഈ ലോകം കൊണ്ട് തീരുന്നതാണ്. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് ഈ ലോകത്തില് ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ നമ്മൾ മറന്നു പോകരുത്. ഇതൊരു അനുതാപമില്ലാത്ത സ്ഥലമാണ്, ഇതൊരു മാനസാന്തരമില്ലാത്ത സ്ഥലമാണ് നരകം. അവിടെ പറയുകയാണ്, അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും, അവരുടെ പൊഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകും. ഇത് വിശ്വസിക്കുകയാണെങ്കിൽ, അത് വിശ്വസിക്കുന്ന ഒരാൾക്കും ആ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. അവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ മക്കളായി, പ്രിയ മക്കളായി തീരുന്ന
ദൈവത്തിന്റെ സ്വത്രം. ഞാൻ ഇങ്ങനെ കേട്ടി വായിച്ചിട്ടുണ്ട്, ജപ്പാനിലൊരു അഗ്നിപർവ്വതം പൊട്ടി അതിന്റെ ലാവ ഒഴുകുകയാണ്. ആ ലാവയിലൂടെ ലാവ പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം ബോധ്യമായി. ഇത്രമാത്രം സെൻസിറ്റീവിലുള്ള ചൂടിലുള്ള ആ ലാവയിൽ പോലും ഞുളയ്ക്കുന്ന പുഴുക്കളുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്, നരകത്തിലെപ്പോഴും ചാകയില്ല, അവരുടെ തീ കെട്ടുള്ളൂ. അവരിങ്ങനെ രേഖപ്പെടുത്തി, തിളയ്ക്കുന്ന ലാവയിൽ പുഴുക്കളോ. സ്വത്രം സ്വത്രം പറയുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്വത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്, അവരുടെ പുഴുച്ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. ദൈവത്തിന്റെ സ്വത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ബാധ നിമിത്തം മനുഷ്യർ അദൃഷ്ടത്താൽ വെന്തുപോയി. എന്നാൽ അവർ മനസ്സാന്തരപ്പെടാതെ ദൈവത്തെ ശപിച്ച് പറയുന്നതേ ഉള്ളൂ. അഞ്ചാമത്തെ ബാധ മൃഗത്തിന്റെ സിംഹാസനത്തിൽ വലിയ ഇരുട്ട് പരത്തുന്നു. ഇനിയും വരുവാനുള്ള കഷ്ടതകളിൽ നിന്ന് ഓടി മറയുവാനും കഴിയുകയില്ല. ഹൃദയം കഠിനപ്പെടുന്നു, ദൈവത്തെ ശപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥന, സ്വർഗസ്വനായ പിതാവേ, ബാക്കി ചൊല്ലേ, നിന്റെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിന്റെ നാം പരിശുദ്ധമാകപ്പെടുന്നു. നിന്റെ തിരുവിഷ്ടം. കഴിഞ്ഞൊരു മനുഷ്യൻ എന്റെ ഷോപ്പിൽ കടന്നു എന്ന് പറഞ്ഞൊരു കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ തിരുവിഷ്ടം. ആ തിരുവിഷ്ടം അങ്ങ് വിട്ടു. അദ്ദേഹം പറയുകയാണ്, ഭൂമിയാണ് സ്വർഗം. സ്വന്തം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ ഒരാൾ ഉറങ്ങി. എല്ലാരും എഴുന്നേപ്പിച്ച് നിർത്തി, പിന്നെ ആരും ഉറങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് പ്രാർത്ഥനയോടെ ആയിരുന്നാട്ട് നമുക്ക് ആവശ്യമുള്ള വചനം ദൈവം തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് അതേ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്റെ തിരുവിഷ്ടമാകണമെന്ന് പറഞ്ഞപ്പോൾ അത് വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കൾ നിരീശ്വരവാദികൾ പറയുകയാണ്, ഭൂമിയിലാണ് സ്വർഗം. അദ്ദേഹം വലിയൊരു വിശ്വാസിയാണ്. ഭൂമിയിലാണ് സ്വർഗം. ശരിയാണ്. എന്താണെന്നറിയാമോ? ഒരു കുടുംബം യേശുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ, ആ കുടുംബത്തിൽ യേശു വന്ന് വാഴുമ്പോൾ അതൊരു സ്വർഗമാ. ഇന്ന് വരുവാനുള്ള സ്വർഗത്തിന്റെ ഒരു പതിപ്പാണ്. ഭാര്യയും ഭർത്താവും കുഞ്ഞുമുട്ടുകളും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു പോകും. സ്വന്തം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. അനേക ആളുകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും, അവന്റെ തിരുവിഷ്ടം എന്നുള്ളതിന് വിട്ടുപോകും. തിരുവിഷ്ടം എന്താ? മനുഷ്യരെ കുറിച്ചുള്ള തിരുവിഷ്ടം. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളിലേക്ക് നിത്യജീവൻ തന്ന് നിങ്ങളെ എന്റെ മകനും മകളുമാക്കി ഭൂമിയിൽ മനോഹരമായ ഒരു കുടുംബം പണിയുവാൻ, ഈ സ്വർഗത്തിലെ ദൈവജനം ഒന്നിച്ചു പാർക്കുന്ന കുടുംബത്തിന്റെ ഒരു പതിപ്പാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാ. എന്നാൽ അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത്രയും മാത്രം പറഞ്ഞു. വേദപുസ്തകം വായിക്കുമ്പോൾ എല്ലാം വായിക്കും അല്ലേ? താഴോട്ട് വരുമ്പം എല്ലാ ആളുകളും ഇങ്ങനെ സങ്കടമാണ്. പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്നും ആഹാരം തരണം. കർത്താവിന്റെ യഥാർത്ഥമായ ഗ്രീക്ക് കർത്താവ് പഠിപ്പിച്ച ആ ഭാഷയിലുള്ള വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ള ആഹാരം തരണമെന്ന നമ്മളാരും അതിൽ കൂടെ പ്രാർത്ഥിക്കുന്നത് അല്ലേ? നാളത്തേക്ക് തരുവാൻ നമ്മുടെ ദൈവം പറയാം. നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, എത്രയോ പേര് കഷ്ടപ്പെട്ടു. ലോകത്തിലെ വലിയ സമ്പന്നന്മാരായി തീർന്നു. പക്ഷേ അവരോട് വ്യക്തിപരമായി നമ്മൾ സംസാരിച്ചാൽ പറയും, ഞങ്ങൾക്ക് ഇത്രയും സമ്പത്തുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവന്റെ പണം കിടക്കുന്നത് ഓഹരികളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെയാ. അത് എങ്ങനെ വേണേലും ലോകത്തെ മാറ്റിമറിക്കാം, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഒന്നുമില്ലെങ്കിലും ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ട്. അതാണ് ആത്മസന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. അതെ, നരകമെന്ന് പറയുന്നത് അനുതാപം ഉണ്ടാകാൻ കഴിയാത്ത സ്ഥലം, മാനസാന്തരമില്ലാത്ത സ്ഥലം. അതുകൊണ്ട് മനുഷ്യൻ പാർക്കുന്ന ഈ ഭൂമി തന്നെ ഒരു നരകമാണെന്ന് ഒരു ഭക്തൻ എഴുതി വെച്ചിരിക്കുക.
അല്ലെ? എന്നാൽ അതിനിടയിലും ചില കുടുംബങ്ങൾ എന്താ സ്വർഗത്തിന്റെ പതിപ്പായി അങ്ങിങ്ങായുണ്ട്. അതിന് ഭാഗ്യം ലഭിച്ച നമുക്ക് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മറന്നു പോകരുത്. ഒന്ന്, അനുതാപമില്ലാത്ത സ്ഥലം, മാനസാന്തരമില്ലാത്ത സ്ഥലം. ഏത് സ്ഥലം? നരകം. അപ്പൊ ഈ ഭൂമിയുടെ തന്നെ ഒരു നരകമായിരിക്കുമ്പോൾ ആ നരകത്തിൽ മനുഷ്യനെ എത്ര ഭംഗിയായി സൃഷ്ടിച്ചാക്കിയിട്ട് ആ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ അതേ കാല തികവുങ്കൽ മനുഷ്യപുത്രൻ കാൽവരി ക്രൂശിൽ ജീവത്യാഗമായി തീർന്നു. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഒരു വാക്കുച്ചരിച്ചാൽ ഒന്നും കൊടുക്കണ്ട, സ്വത്രാഴ്ചയിടണ്ട, അവയെ ഒന്നും ചെയ്യണ്ട. ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ അവൻ ഉള്ളത്തിൽ വന്ന് വസിക്കുന്നവനാ നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മള് ആ നരകത്തിലേക്കുള്ള യാത്രയിലല്ല, നമ്മള് സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയില്ല. അതുകൊണ്ട് ആമേൻ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴോ, വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴോ, പാടുമെന്നും ഞാൻ എന്റെ പ്രിയനാ പാട്ടുകാരൻ മനോഹരമായ പരിശുദ്ധാത്മാവിൽ ചാലിച്ചെഴുതിയിരിക്കുക. എനിക്കൊരു സ്വർഗമുണ്ട്, ഞാൻ എന്റെ പ്രിയനോടുകൂടി വാഴുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ അവന്റെ കൃപയിൽ ആശ്രയിച്ച് അവനെ എപ്പോഴും പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുക, എന്റെ രക്ഷിതാവിന്റെ വരവ് കാത്തു കാത്ത് ഞാൻ ഇരിക്കുക. ഈ ദുഷ്ടലോകത്തിന്റെ കഷ്ടതകള് എത്ര ഏൽക്കണം ഞാൻ, എന്നാൽ എന്റെ ദുഃഖം നിന്നെ കാണുമ്പോൾ തീർന്നു പോകും. സ്വതന്ത്രം പറഞ്ഞാണ്ട് അപ്പൊ നരകത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ഒരിക്കൽ കൂടെ സ്വതന്ത്രം പറയും. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, നരകം അനുതാപമില്ലാത്ത സ്ഥലമാ, മനസ്സാന്തരമില്ലാത്ത സ്ഥലമാ. രണ്ടാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുകയാണ്, സ്വന്തക്കാർ എത്തുവാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമാണ് നരകം. അവിടെ ചെന്ന് ആ കഷ്ടത അനുഭവിച്ചു കഴിയുമ്പോൾ എന്റെ ദൈവമേ, എന്റെ ആരും ഇപ്പൊ നമുക്ക് അത്രയും ചിന്ത വരുന്നില്ല. അവിടെ നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ അയ്യോ, എന്റെ ആരും എന്റെ ഭവനത്തിലോ എന്റെ ചാർച്ചക്കാർ ലോകത്തിലോ ഒരു മനുഷ്യൻ പോലും അവിടെ വരുവാൻ ഇടയാകരുതേ എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു പോകും. ഹല്ലേലൂയ. വായിക്കാം. ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് വിശപ്പടക്കുവാൻ നായ്ക്കളമെന്നോ അവന്റെ മൃഗം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അതെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, കൊച്ചിലെ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാ. പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്, നരകം അനുതാപമില്ലാത്ത സ്ഥലമാണെങ്കിൽ, മാനസാന്തരമില്ലാത്ത സ്ഥലമാണെങ്കിൽ, നരകത്തിൽ ചെന്നപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ആരോട് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടെ നരകം. 2 പോയിന്റ് നമ്മൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ
ഞാനിവിടെ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതില് ആമേൻ ധനവാൻ ഒന്ന്, അവന് എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത്? അവൻ ധനവാനായ മനുഷ്യനായിരുന്നു. വില കൂടിയ വസ്ത്രം, ആഡംബര ജീവിതം നയിക്കുന്നവന് വില കൂടിയ വസ്ത്രം ധരിച്ച് അവൻ ഈ ലോകത്തിന്റെ സുഖം ആസ്വദിച്ച് മുന്നോട്ട് പോകുക. അപ്പൊ അതാണ് കൺഫ്യൂഷസിനും ഉണ്ടായ കാര്യം. അവൻ വലിയ പ്രൊഫസറായപ്പോൾ ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉണ്ടായി. അവനത് ആ തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്നാൽ ആ സാധുവായ മനുഷ്യന്റെ വാക്ക് കേട്ടപ്പോൾ അവനെ പിടിച്ചു കുലുക്കിയത് ദൈവത്തിന് സ്തോത്രം. അവൻ ഇവിടെ പറയുകയാണ്, ഒന്ന്, അവൻ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ജീവിക്കുക. രണ്ട്, അവൻ ആഡംബര ജീവിതം നയിച്ചു പോകുന്നത്. മൂന്ന്, സുഖലോലുപതയുടെ ജീവിതം അഥവാ ധാരാളിത്തമാണ് അവൻ ധരിച്ചു. ആ ധാരാളിത്തത്തിലാണ് അവൻ ജീവിച്ചു പോകുന്നത്. മൂന്ന് കാര്യങ്ങളാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? എന്താ? ഒന്ന്, അവന് ഏറ്റവും കൂടിയ വസ്ത്രം, അല്ലേ? ധനവാനായ മനുഷ്യൻ. കാരണം അവൻ ധനവാൻ അത് കാണിക്കാനാണ്, അല്ലേ? നമുക്കറിയാം, പഴയ കാലത്ത് കുതിരപ്പുറത്ത് പോകുന്നവരുണ്ട്. എന്താ? അവരുടെ മൂടി കാണിക്കാൻ വേണ്ടി. നമ്മുടെ കർത്താവ് എതിലെയാ പോയി? രാജാക്കന്മാർ പോകുന്ന രാജാവായി യെരൂശലേമിലേക്കുള്ള പ്രവേശന സമയത്ത് പോയത് കഴുതയുടെ പുറത്ത്. എന്താ പറയാ? കഴുത സാവധാനം നടക്കുന്ന ഒരു മൃഗമാ. അതുകൊണ്ട് യേശു ചെറുകെ നടന്നത് കാരണം എന്താ പറയാ? ചെല്ലുന്നിടത്ത് എല്ലാ ആത്മാക്കളുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നമ്മുടെ വിഷയം എന്താ? അതല്ല ഞാൻ പറയുക. മൂന്ന്, ഒന്ന്, അവൻ വില കൂടിയ വസ്ത്രം ധരിച്ചു. രണ്ട്, അവൻ ആഡംബര ജീവിതം നയിച്ചവനാ. മൂന്ന്, അവൻ സുഖലോലുപതയുടെ ജീവിതം അഥവാ ധാരാളിത്തത്തിന്റെ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. എന്താ പറഞ്ഞ? സഹജീവികളെ കാണാനുള്ള മനസ്സ് ആർക്കില്ല? ദൈവമില്ലാത്തവനില്ല. സ്വത്രം. അവൻ ആഗ്രഹത്തിലുള്ള അവന്റെ കൂടെ മറ്റുള്ളവരോട് ആകണം. കാരണം അവനെ ഭരിക്കുന്നത് പൈശാചികൻ, അല്ലേ? നിസ്സാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെന്ന് ദൈവാത്മാവ് കാണിച്ചു തന്ന. എന്തുകൊണ്ട് നമുക്കത് മാറ്റാൻ കഴിയുന്നില്ല? ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്താ നോക്കിയേ, അവന്റെ പഠിപ്പുഴയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അവൻ വ്രണം നിറഞ്ഞവനായി കിടക്കുക. അവൻ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനാ. അവൻ എന്തോ ചെയ്തിട്ട? അവന് വില കൂടിയ വസ്ത്രമില്ല, ആഡംബര ജീവിതമില്ല, സുഖലോലുപതയുടെ ജീവിതമില്ല. പക്ഷേ അവന് ദൈവം കൊടുത്തത് വ്രണമാ. അയ്യോബിനെ പോലെ ഓട്ടാൻ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. അവന് എന്ത് ചെയ്തു? അവന് ഒരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളൂ. വേദനയുടെ നടുവിലാണെങ്കിൽ എന്തേലും ഒന്ന് കഴിക്കണമല്ലോ, ചെറുതായിട്ടൊന്നും കഴിക്കണമല്ലോ. അപ്പം മുതലാളിയുടെ ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ അവിടുത്തെ പരിചാരികമാരായിരിക്കാം. അവർ കൊണ്ടുവന്ന് പഠിക്ക കിടക്കുന്ന ഈ മനുഷ്യന് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ കൊണ്ട് വേസ്റ്റ് പാത്രത്തിൽ ഇടുമായിരുന്നു. നമുക്കറിയില്ല, വേദപുസ്തകത്തിലൊന്നും അത് വിശദീകരിച്ചിട്ടില്ല. എനിവേ അവന് അത് തിന്ന് ജീവിക്കുവാനായിട്ട്, ജീവൻ നിലനിർത്തുവാൻ അവൻ ആഗ്രഹിച്ചു. ഇവിടെ പറയുന്നു, നായ്ക്കൾ വന്ന് അതൊരാശ്വാസമാണ്. അവന് ചൊറിയുണ്ടല്ലോ. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നൽകും. എന്നിട്ട് പറയുക, രണ്ടുപേരും മരിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യരും മരിക്കും. മൃഗങ്ങൾ മരിച്ചു പോകും, മൃഗങ്ങൾ ചത്തുപോകുന്ന പറയുന്നല്ലേ. ചില മനുഷ്യർ അറിയാതെ പറയും ആ മനുഷ്യൻ ചത്തുപോയി. അത് ഈ വിവരമില്ലാത്തവർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ആ മൃതശരീരം എന്നാണ് നമ്മളതിനെ ബഹുമാനിക്കുക. അപ്പൊ അവര് മരിച്ചു പോവുകയാന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, രണ്ടുപേരും മരിച്ചുപോയി. കാരണം രണ്ടുപേരും മനുഷ്യരാണ്. ഒന്ന്, ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരാൾ എവിടേക്ക് പോയി? നമ്മൾ വായിച്ച ഭാഗത്തുണ്ട്, ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കണം, ഈ ദാവീദ് രാജാവ്, ദൈവത്തിന്റെ സ്തോത്രം, അവൻ പാപം ചെയ്തപ്പോൾ അവൻ അറിയാമായിരുന്നു, ഞാൻ ആയിരുന്ന സ്ഥാനത്തിൽ നിന്ന് എന്നെ ദൂതന്മാർ യാതനാ സ്ഥലത്തേക്ക് തള്ളിവിട്ടു. അപ്പൊ പാപത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഉടനെ നമ്മൾ മടങ്ങി വരും. അതാ നമുക്ക് പ്രത്യേകത. നമുക്ക് ഉടനെ മടങ്ങി വരാനുള്ള കൃപ നമുക്ക് കിട്ടും. നമ്മൾ കരയും, നിലവിളിക്കും, പ്രാർത്ഥിക്കും, മടങ്ങി വരും. സ്തോത്രം.
ദൈവം അത് ഭൂമിയിൽ വെച്ചേ പറ്റുള്ളൂ കേട്ടോ. യാതനാസ്ഥലത്ത് നമ്മൾ കണ്ടു, അവിടെ ആർക്കും മടങ്ങി വരാൻ കഴിയത്തില്ല. പക്ഷേ സ്വന്തക്കാർ വരുവാൻ ഇഷ്ടമില്ലാത്ത ഒരിടമായി അവർക്ക് തോന്നും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവരെവിടെ പോയി? അവന് ആ യാതനാസ്ഥലത്തേക്ക് പോയി. അപ്പം ദാവീദും ഒരു നിമിഷം യാതനാസ്ഥലത്തേക്ക് പോയി, അത് പാതാളത്തിലേക്ക് പോയി. പാതാളം അബ്രഹാമിന്റെ മടിയാ. ദാവീദിന് ഒരു ആഗ്രഹമോ ചെറുപ്പകാലം മുതൽ അവന് ഈ ഞാൻ മുമ്പ് പറഞ്ഞ മനുഷ്യൻ ഓടക്കുഴൽ വായിച്ചതുപോലെ ദൈവത്തെ പാടി സ്തുതിക്കുന്നവനായിരുന്നു. പക്ഷേ ഒരു നിമിഷ നേരത്തെ തന്റെ പാപ നിമിത്തം അവൻ എവിടേക്ക് പോയി? യാതനാ സ്ഥലത്തേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവന് മനസ്സിലാകുന്നില്ല. കാരണം അവന്റെ സുഖലോലുപതയിൽ ദാവീദ് രാജാവിന് മനസ്സിലാകുന്നില്ല ഞാൻ യാതനാ സ്ഥലത്താ, എന്നാൽ ദൈവം അവനെ സ്നേഹിക്കുന്നു. അതുപോലെ നമ്മളെല്ലാം ദൈവം സ്നേഹിക്കുന്നു. നമുക്കിന്ന് ഇത്രയും പേർക്ക് കടന്നു വരാം. ഞാൻ വിചാരിക്കുന്ന ആരും വരികയില്ല. ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ ആൾ കുറയല്ലോ, ആരും വരികയില്ല എന്ന് ധരിച്ചപ്പോൾ നമ്മുടെ അച്ചായൻ ഇവിടെ കിടന്നു വന്നാൽ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തില് ദാവീദിനെ ബോധ്യപ്പെടുത്തി ആരാ? പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തി. ഇന്ന് പ്രവാചകൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആത്മാവ് നമ്മളിലുണ്ട്. അന്ന് ആത്മാവ് വരികയും പോവുകയുമായിരുന്നു പഴയ നിയമത്ത്. ഏതാ ആത്മാവ് പോയപ്പോഴാ പാപം ചെയ്തത്. ഇന്ന് നമ്മളിൽ തന്നെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. നമ്മൾ ചെയ്യുന്ന കുറ്റം അത് കുറ്റമാണെന്ന് പെട്ടെന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ നമ്മള് പാപത്തിലേക്ക് പോയാൽ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. പഴയ നിമിത്തിൽ പോയെങ്കിൽ പോയി എന്തുകൊണ്ട് വിട്ടുപോകാതെ പോകും, തീർച്ചയായിട്ടും പോകും. പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ആത്മാവിന്റെ ഒരു അംശം നമ്മളിൽ അവന് സംശയിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണം, നാഥാൻ ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നാഥാൻ അവന് പാപബോധം ഉണ്ടായി. നാഥാന്റെ വാക്ക് അവന് വിഷയമേയല്ല, പ്രവാചകന്റെ വാക്ക് വിഷയമേയല്ല. പ്രവാചകനും വിഷയമല്ല. പ്രവാചകൻ പറയുന്ന രാജാവിനുള്ള രാജാവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ മരിച്ചു പോകും, അല്ലെങ്കിൽ കൊല്ലും. പക്ഷേ ദൈവത്തിന്റെ അത്യുന്നതനായ പ്രവാചകൻ നാഥാൻ ദൈവവാക്ക് കേട്ട് നീ പോയി പറ, മരിച്ചാലും ഞാൻ പോയി പറയും. കാരണം ദൈവം അവനെ സ്നേഹിക്കുന്നു. അത് പ്രവാചകനും അറിയാം, ദൈവത്തിനും അറിയാം. നേരെ പോയി അനുദപിച്ചു, മനസ്സാന്തരപ്പെട്ടു. 73 സങ്കീർത്തനത്തിന്റെ രചയിതാവായി സ്വർഗത്തിലെ ദൈവം ദാവീദിനെ തീർത്തു. 73 പാട്ടുകൾ പാടി. നമ്മളൊക്കെ വായിക്കുന്ന സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ ഏറ്റവും കൂടുതൽ 73. ദൈവത്തിന് സ്തോത്രം. പോകട്ടെ, അന്ന് ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. ഇവർ തമ്മിൽ കണ്ടുമുട്ടുവാനൊരു അവസരം അബ്രഹാം പിതാവ് അഥവാ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, അവൻ പറയുകയാണ്, എനിക്ക് ആദ്യം വേണ്ട എന്താ? യാതനാ സ്ഥലത്ത് ഭയങ്കര ദാഹമാണ്. എനിക്കറിയാം, ഇതൊന്നും പറഞ്ഞാൽ ആരുടെ മനസ്സിൽ പേടിയൊന്നും വരികയില്ല. വിശ്വാസികൾക്ക് പേടി വരും. അപ്പൊ യാതനാ സ്ഥലത്തിൽ ഭയങ്കര നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദാഹം. കർത്താവ് പറഞ്ഞ കാര്യം അല്ലേ? അപ്പൊ ഉടനെ ഇവനൊരാഗ്രഹം എന്താ? ദാഹം വന്നാൽ ഉടനെ ഒരു ആഗ്രഹമല്ല. നമ്മൾ പറയുമ്പോൾ ഒരു മുന്ത വെള്ളം അല്ലേ, ഒരു മുന്ത വെള്ളം. ഞാൻ ഏതോ ഓർക്കുന്ന ഒരു സ്ത്രീ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവർക്ക് മക്കളില്ല, അവര് സിസേറിയനിലേക്ക് പോകണം. അതിനുവേണ്ടിയുള്ള സഹായത്തിനായിട്ട് നേരത്തെ ഒരാൾ പറഞ്ഞു വിട്ട് വന്ന് ഉടനെ അവർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് പോയി. വീട്ടിൽ ചെന്ന് ഒരു മുന്ത വെള്ളം കുടിച്ചു. നമ്മളാരും ചെയ്തത്, ദൈവം ചെയ്തതാണ്. പിന്നെ അവർക്കൊരു കുട്ടി ഉണ്ടായി. അവര് ഒരിക്കൽ പോലും ഒരു ഓപ്പറേഷൻ പോയില്ല. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പൊ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവമാ, അവരെ മാറ്റിക്കൊടുത്ത് അവർക്കൊരു മകളെ കൊടുത്തത് ദൈവമാ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമ്മുടെ ആഗ്രഹം ഒരു മൊന്ത വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടണം അല്ലെ, ഒരു ഗ്ലാസ് അല്ലെ ഒരു ഔൺസെങ്കിലും. ഇവൻ പറഞ്ഞ ഒരു തുള്ളി വെള്ളം ഈ ലാസറിന്റെ വിരുന്ന് കണ്ടു. ഇവന് ഒരു പക്ഷേ അന്ന് കുതിരപ്പുറത്ത് പോകുമ്പോൾ ലാസർ കിടക്കുന്നത് കണ്ടു കാണും. അതുകൊണ്ട് അല്ലെ പിന്നെ ലാസറിന്റെ മുഖം അറിയത്തില്ല, കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കപ്പം പറയും, ഈ ലാസർ അബ്രഹാമിന്റെ മടിയിൽ സ്വസ്ഥതയും സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കുന്ന ലാസറിന്റെ കൈകളിൽ ഒരു തുള്ളി വെള്ളം തൊട്ട് എന്റെ നാവിന്മേൽ ഒന്ന് തൊടുവിക്കണമേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞേ, ഇവര് തമ്മിൽ വലിയ പിളർപ്പ. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്.
ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒരു തുള്ളി വെള്ളം ആമേ എന്റെ നാവിന്മേൽ തരണമേ എന്നവൻ ആഗ്രഹിച്ചവനാ. അപ്പൊ അതിന് ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ അത്യാഗ്രഹമില്ല അല്ലേ? ഭയങ്കര ദാഹിച്ച് വല്ലാതിരിക്കുമ്പോ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാലും തികയത്തില്ല. പക്ഷെ അവൻ പറഞ്ഞത് ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അത്രയും ആശ്വാസം ആകുമെന്നാ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അത് സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനിങ്ങനെ ചിന്തിച്ചു, തന്റെ സ്വന്തക്കാർ ആരും ഇവിടെ വരരുത്. അവനിങ്ങനെ പറഞ്ഞു, എന്റെ സഹോദരന്മാർ ഭൂമിയിലുണ്ട്, അവരിവിടെ വരാതിരിക്കാൻ തക്കവണ്ണം ഈ ലാസറിനെ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു വിട്ടാല്. കാരണം അവരും എന്റെ ഈ ധനവാന്റെ വീട്ടിൽ വരുമ്പോൾ ഈ മനുഷ്യൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവര് പോലും പറഞ്ഞു കാണും ധനവാനോട്, ഇവരെ എന്തിനാ നിന്റെ വീടിന്റെ പടിക്കാൻ കൊണ്ടിട്ടിരിക്കുന്നത്, വേറെ അടുത്ത വീടിന്റെ പടിക്കലോട്ട് രാത്രി കൊണ്ട് വെക്കരുതെന്ന് ഒരുപക്ഷെ പറഞ്ഞു കാണാം അല്ലേ? നമ്മളും ഒട്ടും മോശക്കാരെന്ന് വരുന്ന ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവൻ നമ്മൾ കാണുകയാണ്, അവനൊരാഗ്രഹം എന്റെ സ്വന്തക്കാർ വരുവാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലമാ നരകമെന്നവന് ബോധ്യമായി. അതാ പ്രിയപ്പെട്ടവരെ, ഈ 33 വർഷമായി ഈ ഭവനത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ ആദ്യകാലങ്ങളിൽ അനേക ഭക്തന്മാർ വന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കോവിഡ് കാലം മുതൽ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വലിയ ദാഹമുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പം ഉടനെ അവര് മനസ്സിലായി, എന്റെ സ്വന്തക്കാർ വരുവാൻ പാടില്ല. അവൻ പറഞ്ഞു, ലാസറിനെ അങ്ങോട്ടൊന്ന് പറഞ്ഞേക്ക്. എന്നിട്ട് അവരോട് ഇവരെ കാണുമ്പോൾ അവര് പറയും, അയ്യോ ഞങ്ങൾക്ക് ഇനി പോകണ്ട, അവര് മാനസാന്തരപ്പെട്ട് ജീവിച്ചോളും. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ആമേൻ, അനുതാപമല്ല, ഇവരെ കണ്ടു കഴിയുമ്പോൾ മാനസാന്തരം ഉണ്ടാകുമെന്നാ പറഞ്ഞു. അപ്പൊ മാനസാന്തരപ്പെട്ട് എങ്കിൽ മാത്രമേ യേശു ക്രിസ്തു ഉള്ളത്തിൽ വരൂ അല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഏതായാലും കൊള്ളാം. അവിടെ അബ്രഹാം ഇതെന്ന് പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്. അപ്പൊ ഇന്നും ലോകം മുഴുവൻ പ്രവാചക ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. നമ്മളാരും പ്രവാചകന്മാരല്ല, എന്നാൽ ദൈവവചനമാണ് നമ്മൾ വിളമ്പുന്നത്. അത് ദൈവത്തിന്റെ വചനമാ. ആ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വചനം അവൻ കേൾക്കുമ്പോൾ അനേക ഭാവികൾ മാനസാന്തരപ്പെടും. സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നു, വലിയ പള്ളിയിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കുക. കുറച്ച് പിള്ളേര് കല്ലറയുടെ പുറത്തിരിക്കുക. എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആമേൻ, കല്ലറയുടെ പുറത്തിരിക്കുക. ഞങ്ങള് പല പ്രാവശ്യം അവരെ അവിടുന്ന് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അന്ന് പ്രസംഗിച്ച ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ മടക്കിക്കൊണ്ട് വിളിച്ചാൽ നിന്റെ നിത്യതയുടെ ചെലവഴിക്കും. ആ പയ്യൻ മാനസാന്തരപ്പെട്ട് ഞങ്ങളോടൊപ്പം അടുത്ത ദിവസം മുതൽ വരുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇന്ന് ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഞാന് ഈ ജോൺസനച്ചന്റെ ഒരു പദം കടമെടുക്കുക. നമ്മൾ വിശ്വാസികൾ, എന്നെ ഉൾപ്പെടെ വിശ്വാസികൾ കാരണമാണ് മാനസാന്തരപ്പെടാനുള്ളവർ കൂടെ മാനസാന്തരപ്പെടാത്തത്. അപ്പൊ ഈ കണ്ടമ്പേരൊരു യോഗം നടത്തുമ്പോ ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും കിടക്കുക. അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, സ്വോത്രം പറയും, ഹല്ലേലൂയൊക്കെ പറയും. പക്ഷെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ രക്ഷിക്കപ്പെടായകയാൽ ഇനിയും നമ്മളോടൊപ്പം മാനസാന്തരപ്പെടാനുള്ളവർ കൂടി മാനസാന്തരപ്പെടുന്നില്ല. എന്ത് സത്യമാണ് ചിന്തിച്ചു. രക്ഷിക്കപ്പെട്ട ഒരാൾ തന്നെ പറയും, ഇവിടെ നമുക്ക് അങ്ങനെ മൂലിക്കോട്ട് പോകാന്ന് പറയും. ഉടനെ പിശാച് അവനുള്ളിൽ പറയും, നീ ഇവിടെ വരാൻ പറയും. എന്താ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ എപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പാപം ചെയ്താലും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പാപം ചെയ്താലും ദൈവത്തിൽ നമ്മൾ അന്യപ്പെട്ടു പോവുകയാണ്. സ്വത്രം. ഏതായാലും കൊള്ളാം. അവസാനം എന്ത് ചെയ്യാൻ പറ്റും? അവൻ അവിടുന്ന് പുറത്തു പോകാൻ പറ്റുമോ? ഇല്ല. അതെന്നേക്കുമായി നിത്യ നരകത്തിന്റെ അവകാശിയായിട്ട്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഒന്ന്, സ്വന്തക്കാർ വരുവാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം. രണ്ട്, സ്വന്തക്കാർ എത്തുവാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം. അത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ആമേൻ. അവൻ പറഞ്ഞ 5 സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് അവരെങ്കിലും ഒന്ന് കൊണ്ടുവരുവാൻ ഈ ലാസറിനെ അങ്ങോട്ട് പറഞ്ഞയക്കണം. ഒരു കാലത്ത് നമ്മളൊക്കെ കരുതി
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം, എങ്ങനെയാ ആസ്ട്രേലിയയിലും അല്ലേ ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കുന്നത്? പറ്റുമോ? നമ്മളെ ആദ്യകാലങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, ഇന്ന് ലോകം മുഴുവൻ മീഡിയയിലൂടെ ഈ സുവിശേഷം ലോക ജനതയോട് അറിയിച്ചുകൊണ്ടിരിക്കുക. കേട്ടില്ല എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് നവംബരത്തിൽ പറയുന്നത്, ഈ ചുവരുകൾ സാക്ഷ്യം പറയും. ആമേൻ. നമ്മള് നരകത്തിലേക്ക് പോകുവാൻ ആമേൻ വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയുവാൻ സാധ്യതയുണ്ട്, ഇന്ന വ്യക്തി എന്റെ അയൽവക്കക്കാരനായിരുന്നു, അവൻ എന്നോട് ഈ സുവിശേഷം പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ, അവൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ നിന്ന് പറഞ്ഞു? പക്ഷേ ഒരു ആഞ്ഞിലി വൃക്ഷമാകാം, ഒരു റബ്ബർ വൃക്ഷമാകാം, അല്ലെങ്കിൽ ഒരു ചെടിയുടെ മുൻപിലാകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള യോഗങ്ങളിലാകാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ മുൻപിൽ നരകത്തിലേക്ക് പോകുവാനുള്ള മുൻപിൽ കാണിച്ചു കൊടുത്തിട്ട് പോയി. എടാ, ഇന്ന മാസം അല്ല ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന ദിവസം വെള്ളിയാഴ്ച ചൊവ്വാഴ്ച നിന്നോട് ആ പാവപ്പെട്ട മനുഷ്യൻ സുവിശേഷം പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയുവാൻ കഴിയും നമുക്ക്? ഇനി ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അന്ത്യന്യായ വിധിക്ക് ശേഷം ഒരു കൂട്ടം നരകത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ദൂതം വെക്കുക. ഇവർക്ക് പോകാൻ മനസ്സില്ല. ആ അബ്രഹാമ്യ വഴിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം, ആ സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് അവർക്ക് പോകാൻ മനസ്സില്ല. എന്നാൽ അവര് ഒന്നും അവർക്ക് പ്രതിപാദ്യം പറയാനില്ല. കാരണം അവര് ആമേൻ ദൈവവചനം കേട്ടിട്ടും വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഓരോ ദൂതന്മാര് പിടിച്ച് നരകത്തിലേക്ക് തള്ളി. കേട്ടോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം. ഈ പാട്ട് ഞാൻ ആദ്യം പാടുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാ സംഭവിക്കുന്നത്. ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കുന്നില്ല. ഉണ്ടോ? നിങ്ങൾ തന്നെ പറ. എല്ലാവരും മുട്ടുമടക്കുന്നില്ല. ദൈവമക്കളെ മാത്രമേ ഉള്ളൂ അവരുടെ ശിരസ് നമിച്ച് അല്ലെങ്കിൽ മുട്ടുമേൽ നിൽക്കാൻ കഴിയുമെങ്കിൽ മുട്ടുമേൽ നിൽക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇത് എപ്പോ സംഭവിക്കുന്ന കാര്യമാണെന്നറിയാമോ? നമ്മൾ കർത്താവിനോടുകൂടെ അവന്റെ മണവാട്ടി സഭയും യഹൂദന്മാരുടെ ശേഷിപ്പുകളും ഒരുമിച്ച് അന്ത്യന്യായ വിധി സമയത്ത് ദൈവത്തോടു കൂടെ ഇരിക്കുമ്പോൾ ആമേൻ ഇവരും ആ നരകത്തിലേക്ക് പോകുവാനുള്ളവരും പറയും, ഇവനാണ് സാക്ഷാൽ ദൈവം. അതുകൊണ്ടാണ് ഇങ്ങനെ പാടിയത്, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും. അതുകൊണ്ട് സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ കുഞ്ഞാടേ വാഴ്ത്തുവീൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാന് ഒരു സംഭവകഥയോട് പറഞ്ഞ് സമയമാകുന്നതുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അതായത് നമ്മള് 3 കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഒന്ന്, നരകം, അനുതാപമില്ലാത്ത സ്ഥലം. അതിനോട് ചേർന്ന് അവിടെ പറഞ്ഞു, നമ്മൾ വായിച്ചു, മാനസാന്തരമില്ലാത്ത സ്ഥലം. എന്നാൽ രണ്ടാമത്, സ്വന്തക്കാർ ഒരിക്കലും എത്തുവാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം. 3, സ്വന്തക്കാർ എത്തുവാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം ആ വ്യക്തിക്ക്. എന്നിട്ട് സ്വന്തക്കാർ എത്തുവാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥലം. 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഒരു മനുഷ്യന്റെ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ നദീതീരത്തോടുകൂടി ഇങ്ങനെ ഒരു സമുദ്രതീരത്തോട് ഇങ്ങനെ നടന്നു പോകുക. അപ്പൊ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലിലേക്ക് തിരമാലകൾ അടിച്ചു കയറുമ്പോൾ
എപ്പോഴോ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വളരെ വേഗതയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ചാക്ക് ഒരു ബാഗ് ഉടക്കി. അപ്പൊ അദ്ദേഹം എന്താണ് ഈ ബാഗ് എന്നറിയാൻ തക്കവണ്ണം അദ്ദേഹം അവിടെ നിന്നിട്ട് അതിന്റെ മൂടി തുറന്നു നോക്കിയപ്പോൾ കല്ലുകളാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തറിയാമോ? എനിക്ക് വേഗത്തിൽ എന്റെ വീട്ടിലെത്തണം. ക്രിസ്ത്യോട്ടകളത്തിലാണ് ഞാനും നിങ്ങളും. നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം, എനിക്ക് വേഗത്തിൽ എന്റെ വീട്ടിലെത്തണം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലണമെന്നുള്ള ആഗ്രഹം. അദ്ദേഹം എന്ത് ചെയ്തറിയാമോ? ഇത് രസമാണല്ലോ എന്ന് കരുതി ഓരോ കല്ലും അമേൻ ആ തിരമാലയിലേക്ക് എറിഞ്ഞ് ആ തിരമാലയിൽ നിന്ന് വരുന്ന ആ വെള്ളം കണ്ട് സന്തോഷിച്ച് അദ്ദേഹം വേഗത്തിൽ വീട്ടിലേക്ക് പോകുകയാ. അമേൻ അത് അദ്ദേഹത്തിന് ഒരു സന്തോഷമായി തോന്നി. ഒടുവിൽ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ ബാഗിനകത്ത് രണ്ട് കല്ല് അവശേഷിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് തിരിഞ്ഞു നോക്കിയപ്പോൾ, അദ്ദേഹം അത് എടുത്തു നോക്കിയപ്പോൾ അത് 2 രത്നങ്ങളായിരുന്നു. ഈ ലോക ജീവിതം കറ, ചുളുക്കം, മാലിന്യം ഒക്കെയുള്ള ജീവിതമാണ്, കഷ്ടപ്പാടുള്ള ജീവിതമാണ്. എന്നാൽ നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ സ്തോത്രം, ആ കല്ലുകളെ പോലെ അതൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് പാർക്കുവാനൊരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗസന്നിധിയിൽ എന്നും നിത്യതയോളം ആനന്ദിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം 2 വജ്രക്കല്ലിന്റെ ഉടമയായി. എന്നാ സ്വർഗം എങ്ങനെയാണ്? സ്വർഗം നമ്മൾ കാണുന്ന ഈ ഭൂമിയല്ല, രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ. അവയെ എന്താണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്? സ്വർണ്ണ തെരുവീതികളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മള് ഒരു പവന്റെ മോതിരം ഇട്ടത് കൊണ്ടോ ഒരു മാല ഇട്ടത് കൊണ്ടോ ഒന്നും നമ്മൾ ദൈവമക്കളല്ലാതെ തീരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർണ്ണ തെരുവീതിയിലൂടെ നടക്കാനാ, ആ സ്വർഗത്തിൽ യുവായുവം നിത്യതയോളം വാഴുവാനാ. ഇതിനോട് ചേർന്ന ഒരു കാര്യം കൂടെ ഓർപ്പിക്കും. ഒരു അമേരിക്കക്കാരൻ തായ്ലൻഡിൽ വന്നു. അദ്ദേഹം തായ്ലൻഡിലെത്തി തന്റെ സുഹൃത്തിനോടുകൂടി വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുവാനായിട്ട് പോവുകയാണ്. അപ്പൊ അവരെ അവിടെ നടന്നു കഴിയുമ്പോൾ തന്നെ ബസ് മുൻപോട്ടേക്ക് പോയി. ഇവിടെവരെ ബസ് എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ആ ബസ് മിസ്സിംഗ് ആയാൽ യേശുവിന്റെ കാഹളം മധ്യാകാശത്ത് എപ്പോൾ മുഴങ്ങുമെന്ന് അറിയില്ല. ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും ആ ബസ് നമുക്ക് മിസ്സാകുവാനിടയാകരുത്. അമേരിക്കക്കാരൻ ബുദ്ധിമുട്ടാണ്. ബസ് മിസ്സായി കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുമല്ലോ. നമുക്ക് ഓടാൻ തായ്ലൻഡുകാരോട് പറഞ്ഞു. അവരോടി അവസാനം അടുത്ത സ്റ്റോപ്പിലെ ബസ്സിൽ കയറി. രണ്ടുപേരും അണച്ച് ക്ഷീണിച്ച് ബസ്സിൽ കയറിയ ആ 3 മിനിറ്റ് ആ സമയമെടുത്തു. അവര് ആ ബസ്സിനുള്ളിൽ കയറി. അപ്പൊ എന്തൊരു സന്തോഷമായിരുന്നു അമേരിക്കക്കാരന്. അപ്പൊ തായ്ലൻഡുകാരൻ അവനോട് ചോദിച്ചു. അദ്ദേഹം ചോദിച്ച എങ്ങനെയാ? നമ്മൾ 3 മിനിറ്റ് കൊണ്ടാണ് ഓടി എത്തിയത്. ഈ 3 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാ നമ്മൾ ഇത്ര ജഡിതയിൽ ഓടിയത്? എന്നാൽ ഈ പശ്ചാത്തനായ മനുഷ്യന് ഒരു മറുപടി ഇല്ലായിരുന്നു. എന്തിനാ ഓടിയെന്നവൻ അറിയില്ല, അവൻ എന്തിനാ ഓടിയെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറ അങ്ങനെ മാറിക്കഴിഞ്ഞു. എന്നാൽ തായ്ലൻഡുകാരനറിയാം, ഞാൻ ഈ മനുഷ്യനോട് ഓടിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അരുമനാഥൻ വരുമ്പോൾ ഞാൻ നിത്യതയിലെത്തുമെന്ന് ഒരു ഉറച്ച വിശ്വാസം തായ്ലൻഡുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ആ ബസിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഇവനോട് ഈ ശേഷം പറഞ്ഞു, ഞാൻ 3 മിനിറ്റ് കൊണ്ട് ഓടി നിന്നോടൊപ്പം ഓടി ഈ ബസ്സിലെത്തിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. നിനക്ക് ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. നീ ആ ബസ് ലഭിക്കാൻ വേണ്ടിയാ ഓടിയെങ്കിൽ ഞാൻ മറ്റൊരു ബസ് ലഭിക്കാനാ ഓടിയത്. ആ ബസ് വേഗത്തിൽ വരും. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിത്യമായ നരകത്തിലേക്കുള്ള യാത്രയാ. ആമേൻ. അധമപാതാളത്തിലേക്കുള്ള യാത്രയാ. അതുകൊണ്ട് അദ്ദേഹത്തോട് ആ സുവിശേഷം പറഞ്ഞു, യേശുവാണ് സകല മനുഷ്യരുടെയും പാപത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപപരിഹാരം വരുത്തിയത്. എന്നിട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തു. അവൻ സ്വർഗത്തിലേക്ക്. അതുകൊണ്ടല്ലേ നമ്മള് ഈ ക്രിസ്മസിന്റെ ദിവസത്തിൽ ഏറ്റവും കേൾക്കുന്ന സന്ദേശം ഇതാ, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ആരോടാ? കഷ്ടപ്പെട്ടിരിക്കുന്നവൻ. അത് ആട്ടിടയന്മാരോട്. അവരെ ഗുഹകളിലൊക്കെ പാർത്തുകൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവർക്കായി സന്ദേശം. സുഖലോലുകളുടെ മടിയിലിരിക്കുന്നവർക്കല്ല അവരത് ശ്രദ്ധിക്കത്തില്ല.
പ്രിയപ്പെട്ടവർ പറയുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്നിട്ടെന്താ പറഞ്ഞു? കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാ ഏറ്റവും വലിയ സുവിശേഷം. ഈ സുവിശേഷം പൗലോസ് അപ്പോസ്തലൻ ഏറ്റുപാടിയത്. അദ്ദേഹത്തിന് ജാതികളോട് സുവിശേഷം പറയുന്നതിനായിരുന്നു ഇഷ്ടം. നോക്കി, അനേക ലേഖനങ്ങള്, അദ്ദേഹത്തിന്റെ തന്നെ എത്ര ലേഖനങ്ങളാ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, വിസ്താര ഭയത്താൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ആമേൻ, കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ ഒരു ബസ് യാത്ര തിരിക്കുകയാ. ആമേൻ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ ഉള്ളവർ ആമേൻ ആ ബസ്സിൽ കയറും. വിശ്വാസികളായിട്ടുള്ളവർ, അല്ലാത്തവർ ഭൂമിയിൽ തന്നെയായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ എന്നോടൊരു സഹോദരി ചോദിച്ചു, കർത്താവ് മൂന്നാമത് വരുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും വേണമെന്ന് പറയാൻ. അത് മൂന്നാം ലോക മഹായുദ്ധത്തില് ഇസ്രായേലിനെതിരായി ലോകം മുഴുവൻ ഒത്തുകൂടി ആമേൻ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ഒലിവുമലയ്ക്ക് ചുറ്റുപാട് ഒത്തുകൂടി യഹൂദന്മാരെ കൊല്ലുവാൻ അവർ ശ്രമിക്കുമ്പോൾ, അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവർ പെട്ര എന്ന നഗരത്തിൽ മിശിഹായെ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഒലിവുമലയിലെ കർത്താവിന്റെ കാല് വെക്കുന്നത് രണ്ടാമത്തെ കർത്താവിന്റെ വരവ്. അല്ല, നമ്മളെ ചേർക്കുന്നത് രണ്ടാമത്തെ വരവ്. മൂന്നാമത്തേത് ഒലിവുമലയിൽ കാല് വെക്കുന്ന വരവ്. അത് ഇസ്രായേലിന്റെ ശേഷിപ്പുകളെ, അതിനുശേഷം ഭൂമിയിൽ ഒരു പുതിയ യെരൂശലേം, ഈ ഭൂമിയെ ശുദ്ധീകരിച്ചുകൊണ്ട് പുതിയൊരു യെരൂശലേമിൽ താൻ സിംഹാസനം ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മനോഹരമായ ദൈവത്തോട് ദൈവത്തിന് ഒരു പുതിയ ഈ ഭൂമിയിൽ 1000 വർഷം വാഴും. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ആ ഭൂമിയിൽ വാണശേഷം ദൈവത്തിന്റെ സ്തോത്രം എല്ലാ ദൈവമക്കളുമായി എന്നേക്കുമായിട്ട് സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ മൂന്നാം വരവ് ഒലിവുമലയിൽ കാലുകുത്തുന്നതാണ് എന്ന് പറയുവാനിടയായത്. നമുക്ക് 1-ാം വരവിൽ തന്നെ പോകണം, അല്ല 2-ാം വരവിൽ തന്നെ പോകണം. 1-ാം വരവ് ക്രിസ്തു നമുക്ക് വേണ്ടി ഏതുമായി തീർന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് 2-ാമത്തെ വരവിൽ നമുക്ക് പോകണം. എന്നാൽ 3-ാമത്തെ വരവിൽ ഞാനും നിങ്ങളും 2-ാമത്തെ വരവിൽ നമ്മൾ പോകുന്നുവെങ്കിൽ 3-ാമത്തെ വരവിൽ ക്രിസ്തുവിനോട് നമ്മുടെ മണവാട്ടിയായി എവിടാ നമ്മളെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഈ ആകാശം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമി മാറിപ്പോകും. പുതിയൊരു യെരൂശലേം, ഒരു ഗോളം ആകാശത്തിൽ വസിക്കുകയും അവിടേക്ക് ഈ 1000 വർഷത്തെ ഭൂമിയിലുള്ള മനുഷ്യരോട് ചേർന്ന് ഒരുമിച്ച് വാഴുകയും ചെയ്യും വിവാഹികമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് 1 അനുതാപമില്ലാത്ത സ്ഥലം, 2 മാനസാന്തരമില്ലാത്ത സ്ഥലം, അതുപോലെ തനിക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലം, അല്ലേ, തന്റെ സ്വന്തക്കാർ കടന്നു വരുവാൻ ആഗ്രഹിക്കാത്ത സ്ഥലം. അപ്പൊ നമുക്കും അതാ വലിയൊരു ദൗത്യം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ഈ സുവിശേഷം മുഖാന്തരമായി ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്നുള്ള വലിയൊരു സുവിശേഷ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനായി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം, അഥവാ പാതാളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമായി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധ സർവാസം, വിശിഷ്യ എല്ലാ കാര്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനകളോടും ഇത് കേട്ട എല്ലാവരോടും കൂടെ ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.